شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله صلى الله وسلم على رسولك وعلى آله وأصحاب سيدنا محمد. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك ويفضل أمري إلى الله ويفضل أمري إلى الله ويفضل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا رسول الله. صلى الله عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة وكشفت الأمة ونصحت الأمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم رضي الله في رضا الوالدين لخمسة أطفي بها حر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. ബഹുമാന ആദരവ് നിറഞ്ഞ ഈ മഹനീയമായ സദസ്സിന്റെ അധ്യക്ഷൻ, നമ്മുടെ മഹല്ലത്തിന്റെ അഭിവന്ദനായ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, സ്വാഗത ഭാഷണം നടത്തിയ മഹല്ല സെക്രട്ടറി CH മുസ്തഫ സാഹിബ്, പ്രിയ സുഹൃത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, പ്രിയമുള്ള ഉമ്മമാര്, സഹോദരിമാർ, എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സ്. ഈ മഹന്നമായ സദസ്സിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ നമ്മുടെ അഭിവന്ദനായ ഖാലികൂടിയായ മുസ്ലിം ഉമ്മത്തിന്റെ അനുശക്തനായ അമരക്കാരൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ പെട്ടെന്ന് വന്ന് ഈ മനോഹരമായ സദസ്സ് നമുക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി ഈ സദസ്സിൽ നടക്കാനുള്ളത് അനവധി നിരവധി സദസ്സുകളിൽ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കുന്ന മഹാനായ OMS സൈനുൽ ആബിദീൻ തങ്ങൾ ലൈത്രോസി മേലാറ്റൂർ അവർകളാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം നമ്മുടെ സദസ്സിലേക്ക് കടന്നുവരും. അതോടുകൂടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദിക്ർ ദുആ മജ്ലിസിലേക്ക് പ്രവേശിക്കും. അല്ലാഹു ഈ സദസ്സ് നമ്മിൽ നിന്ന് പൂർണ്ണമായി ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സ് കാരണം നാളെ സന്തോഷിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതം സാഹചര്യങ്ങൾ കടിമപ്പെടാതെ നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കും നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഇതുവരെ ഞങ്ങൾ ചെയ്ത നോമ്പുകളും മറ്റു കർമ്മങ്ങളും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പവിത്രമായ റമളാനിൽ ഒരുപാട് ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചനം നൽകുമ്പോൾ ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും ഇതിൽ പെടുത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് മരിച്ചുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ഇതിന്റെ നമ്മളുടെ മുകളിൽ കാണുന്ന ഈ സീറ്റ് സംവിധാനിച്ച അദ്ദേഹത്തിന്റെ പിതാവ് ആരുടെ മണ്ണിലാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നിന്റെ പ്രതിഫലം ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഈ മഹല്ലത്തിൽ മറവ് ചെയ്യപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്.
ഖബർ ജീവിതത്തിൽ സ്വർഗീയ സുഖം കൊടുക്കണയല്ല, ഖബറിന്റെ എല്ലാ വിഷമങ്ങളിൽ നിന്ന് രക്ഷ കൊടുക്കണയല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് ഞങ്ങളും വിട പറയേണ്ടവരാ. ആരുടെ മണ്ണിൽ ഞങ്ങളെയും രക്ഷപ്പെടുത്തണയല്ല. അല്ലാഹുവേ, ഈ ലോകത്ത് വിട പറയുന്ന ഈമാനോടെ പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണയല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാനിന്റെ 27-ാം രാവിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന അനുഗ്രഹീതമായ രാവിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ റമളാനിൽ ഭൂരിഭാഗവും നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കാനുള്ള സമയം നാം കണ്ടെത്തൽ അത്യാവശ്യമാണ്. കാരണം എന്തുകൊണ്ടും അനുഗ്രഹീതമായ റമളാൻ അടുത്ത വർഷം നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. പരിശുദ്ധ റമളാൻ നമ്മോടൊപ്പമുള്ള പല ആളുകളും നമ്മുടെ കുടുംബത്തിൽ, കൂട്ടുകാരിൽ, നാട്ടുകാരിൽ കഴിഞ്ഞ വർഷം നമ്മോടൊപ്പമുള്ളവർ പലരും ആരുടെ മണ്ണില. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അപ്പോൾ ഈ പരിശുദ്ധമായ റമളാൻ എല്ലാ അർത്ഥത്തിലും നോമ്പ് നമ്മെ രക്ഷപ്പെടുത്താൻ, ഈ ഉമ്മത്തിനെ നന്മയിലേക്ക്, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനായി ജീവിക്കാനുള്ള പ്രചോദനമുള്ള ഒരു കർമ്മമാണ് പരിശുദ്ധമായ നോമ്പ്. മഹാന്മാർ ഓർമ്മപ്പെടുത്തിയതുപോലെ അസ്സൗമു ജന്നത്തു അഖ്വാമിൻ മിനൻ നാരി വസ്സൗമു ഹുസ്നുൽ ലിമൻ യഖ്ശാ മിനൻ നാർ. നരകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പരിചയാണ് നോമ്പ്. വസ്സൗമു ഹുസ്നുൽ ലിമൻ യഖ്ശാ മിനൻ നാർ. നരകത്തെ ഭയപ്പെടുന്നവർക്ക് ഏറ്റവും വലിയ സുരക്ഷാ മാർഗമാണ് നോമ്പ്. വസ്സൗമു സിത്റുൽ ലിഅഹ്ലിൽ ഖൈരി കുല്ലിഹിം അൽ ഖായിഫീന മിനൽ ഔസാരി വൽ ആർ. ഏറ്റവും വലിയ ഖൈറാഗ്രഹിക്കുന്നവർക്കുള്ള മറയാണ് നോമ്പ്. പാപങ്ങളെ, കുറ്റങ്ങളെ ഭയപ്പെടുന്നവർക്കുള്ള സുരക്ഷാ മാർഗമാണ് നോമ്പ്. സുഖലോക സ്വർഗത്തിലെ ഹൂറുകൾ കാത്തിരിക്കുന്ന നോമ്പുകാരനാകാൻ രാജാതിരാജനായ റബ്ബിന്റെ ലിഖാവ് അതിനു വേണ്ടി ഏറ്റവും ഭാഗ്യം കിട്ടുന്ന നോമ്പുകാരാവാൻ, അർശിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ സൽക്കാരം കിട്ടുന്ന നോമ്പുകാരാവാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ റമളാൻ വിട പറയുമ്പോ, ഈ പരിശുദ്ധ റമളാനിൽ ഗ്രഹത്തിന്റെ കവാടങ്ങൾ വാനലോകത്തിൽ നിന്ന് തുറക്കപ്പെടുന്ന, പാപമോചനം അല്ലാഹു നൽകുന്ന, നരകമോചനം നൽകുന്ന അതിമുഹൂർത്തമായ ഒരുപാട് അവസരങ്ങളാണ് പരിശുദ്ധ റമളാൻ നമുക്ക് സംവിധാനം ചെയ്യുന്നത്. ഈ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ, ഈ സദസ്സിൽ നിന്ന് നമ്മൾ പിരിയുന്നതിന് മുമ്പ് പ്രതിജ്ഞാബദ്ധരാകണം. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിലേക്ക് റമളാനിൽ നൽകുന്ന ഒരുപാട് അനുഗ്രഹം. ഇന്നല്ലാഹ നളറ ഇലൈഹിം വഅഫാ അൻഹും വഗഫറ ലഹും. പരിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം തന്റെ അടിമകളിലേക്ക് നോക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു മാപ്പ് നൽകുകയാണ്. ചെയ്തു പോയ ഇന്നലകളെ കുറിച്ച് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയ റബ്ബ് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. റമളാനിന്റെ ഓരോ രാവുകളിലും അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. വിശിഷ്യ ലൈലത്തുൽ ഖദറിൽ അല്ലാഹു സെപ്പറേറ്റ് ആയിട്ട് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അല്ലാഹുവിന്റെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, നീതിയിൽ നിന്ന് നീതിയിലേക്ക് മനുഷ്യനെ സമുദ്ധരിക്കാൻ അവതീർണമായ പരിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാൻ നമുക്ക് സമ്മാനിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അത് റമളാനിന്റെ രാവുകളാണ്, അവസാനത്തെ ഒറ്റയിട്ട രാവുകളാണ്. അത് ഈ രാവിലേക്ക് പ്രത്യേക വരാൻ കാരണം അല്ലാഹുവിന്റെ ഖുർആൻ അവതീർണമായ രാവ്. ഈ രാവിലെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ എന്നറിയുമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം ഇബാദത്ത് ചെയ്യല്ല പ്രതിഫലം ഒറ്റരാവ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന മഹത്തമായൊരു രാവാണ്. 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒറ്റരാവ്. ഒറ്റ
ഒരൊറ്റ രാവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എത്രയാ? 83 വർഷവും 4 മാസവും സൃഷ്ടാവായ റബ്ബിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. ആ രാവിൽ തനസ്സലുൽ മലായിക, വാനലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാര്, ജിബ്രീൽ അടക്കമുള്ള മാലാഖമാർ ഇറങ്ങിക്കൊണ്ട് പറയുകയാ, സലാം സലാം സലാം, സമാധാനത്തിന്റെ വാക്കുകൾ, സന്തോഷത്തിന്റെ വാക്കുകള്, എല്ലാ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രക്ഷയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് മാലാഖമാർ നമുക്ക് സംവിധാനിക്കുന്നത്. ഏതുവരെ? സുബ്ഹി വരെ നമുക്ക് പ്രാർത്ഥിക്കുകയാ മലക്കുകള് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഈ പവിത്രമായ രാവിൽ വേണ്ടതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റാത്തവര് പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോ, ഈ സലാത്ത് മജ്ലിസ് വിട പറയാൻ പോകുമ്പോ എന്ന് കേൾക്കുന്ന ചെറുകുളമ്പ് നിവാസികളോട് സ്നേഹത്തോടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ പരിശുദ്ധ റമളാനിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മുഹൂർത്തങ്ങൾ വിട പറയുന്ന 27-ാം രാവിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ദുആ മജ്ലിസിൽ പങ്കെടുത്ത നമ്മള് അല്ലാഹുവിന്റെ റഹ്മത്ത് വാരികോരി കൊടുക്കപ്പെടുന്ന മഹത്വമുള്ള ലൈലത്തുൽ ഖദ്റിന്റെ രാവ് പ്രതീക്ഷിക്കുന്ന നമ്മള് ഈ രാവിൽ അല്ലാഹു ഹതഭാഗ്യരെ കുറിച്ച് പറയുകയാ, 4 ആളുകൾക്ക് അല്ലാഹു രാത്രിൽ റഹ്മത്ത് നൽകില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിൽ നിന്ന് നിഷിദ്ധമായ 4 ആളുകളെ കുറിച്ച് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ ഓർക്കണം നമ്മള്. ഞാൻ ചെറിയ രീതിയിൽ രാവിന്റെ അനുഗ്രഹം ലഭ്യമാവാത്ത 4 വിഭാഗത്തെ പറഞ്ഞു വിരമിക്കാൻ. 4 ആളുകൾക്ക് അല്ലാഹു ഈ ലോകത്ത് ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം നൽകില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടും നമ്മൾ അനുഗ്രഹീതമാണ്. എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ റമളാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നിരിക്കുകയാ. ശഅബാൻ മാസത്തിന്റെ 15-ാം നോമ്പ് നോറ്റവർ വല്ലാത്ത ആശങ്കയിലായിരുന്നു. വല്ലാത്ത ശക്തമായ ചൂടുള്ള സമയത്ത് ബറാഅത്ത് നോമ്പ് നോറ്റപ്പോൾ നമ്മളൊക്കെ ആശങ്കയായിരുന്നു, എങ്ങനെയാണ് റമളാൻ 30 നോമ്പ് നോറ്റുകിട്ടുക? അല്ലാഹു എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് പതിവ് എല്ലാ അർത്ഥത്തിലും നമുക്ക് പ്രകൃതി അനുകൂലമാക്കി തന്നിരിക്കുകയാ പടച്ച തമ്പുരാൻ. ചൂടൊക്കെ മാറി തണുപ്പ് നല്ലൊരു ആശ്വാസമല്ല, നോമ്പിനിക്ക് ക്ഷീണം പറ്റാത്ത രീതിയിൽ പ്രകൃതി അല്ലാഹു സംവിധാനിച്ചിരിക്കുകയാ. എല്ലാ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. കഴിഞ്ഞുപോയി ഇന്നലകളെ വിലയിരുത്തുമ്പോ നമ്മുടെ മുൻകാലികള്, നമ്മുടെ വയസ്സുള്ളവർക്കറിയാം നമ്മുടെ പഴയകാല നോമ്പ് തുറയും പഴയകാല അത്താഴവും പഴയകാലം നോമ്പിന്റെ സാഹചര്യങ്ങൾ എല്ലാം പട്ടിണിയാണ്. ഒന്നുമില്ലാതെ പൂളയും അതുപോലെ തന്നെ കഞ്ഞിയും കുടിച്ചുള്ള നോമ്പ്. എന്നാൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ ഓർക്കണം, എല്ലാ അർത്ഥത്തിലും നമുക്ക് സുഖമുണ്ട്. ഇന്ന് തന്നെ ഈ സദസ്സ് തിരിയുമ്പോ അത്താഴത്തിനുള്ള ഭക്ഷണം പൊതിയായി കൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറയിൽ ഒരുപാട് ആളുകൾ ഇതേ പന്തലിന്റെ വിഭാഗത്തിൽ നല്ല കുത്തമ്പുരിയാണ് കഴിച്ചവരാ. എല്ലാം അനുഗ്രഹമാണ്, എന്തൊരു ഗുണമാണ് നമുക്ക്. എന്നാൽ ചരിത്രത്തിന്റെ ഇന്നലേക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പിടിച്ചിരുത്തുകയാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ പരിശുദ്ധ റമളാനല്ലാത്തൊരു ദിവസത്തില് ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമത്തുസ് സുഹ്റ റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാ. പടച്ച തമ്പുരാൻ ദുഃഖന്റെ അനുഗ്രഹമാ തന്നത്, എത്രയെത്ര അനുഗ്രഹമാ തന്നത്. നോമ്പെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാ. എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുഗ്രഹം തരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ പ്രിയപ്പെട്ട പുത്രി ഒരു ദിവസം നോമ്പടിച്ചുകയാ. ഒരു സാഹചര്യത്തിൽ അവിടുത്തെ 2 മക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ നാളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടേണ്ട പ്രിയപ്പെട്ട പുത്രിയാ ഫാത്തിമ. ആ ഫാത്തിമയുടെ നോമ്പുകാലത്തെ കുറിച്ച് നോക്കുമോ ശക്തമായ പനി തന്റെ മക്കൾക്ക് പിടിപെടുകയാ. ഒരു സാഹചര്യത്തില്, ഒരു സുപ്രഭാതത്തില് അവിടുത്തെ പൊന്നോമന മക്കളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ ശക്തമായ പനി ബാധിക്കുകയാ. ഒരുപാട് ചികിത്സിക്കുകയാ, ഒരുപാട് ഡോക്ടറെ കാണിക്കുകയാ, പനിക്ക് ശമനമില്ല. അങ്ങനെ അവിടെ നിന്ന് നേർച്ചയാക്കുകയാ. 3 ദിവസം പടച്ച തമ്പുരാന് വേണ്ടി നോമ്പനുഷ്ഠിക്കുക. അല്ലാഹു എനിക്ക് വേണ്ടി
തന്റെ മക്കളുടെ രോഗം മാറാൻ പടച്ച തമ്പുരാനിലേക്ക് 3 ദിവസം നോമ്പ് നേർച്ചയാക്കുകയാ. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. തന്റെ മക്കളുടെ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് ശക്തമായ പണി ബാധിച്ചപ്പോ അതിൽ നിന്ന് ശമനം കിട്ടാൻ 3 ദിവസം അല്ലാഹുവിലേക്ക് നോമ്പ് നേർച്ചയാക്കുകയാ. 3 ദിവസം അല്ലാഹുവിന് വേണ്ടി നോമ്പ് നേർച്ചയാ. ആ സമയത്ത് 3 ദിവസം നോമ്പെടുക്കാൻ നേർച്ചയാക്കുകയാ. പരിശുദ്ധ റമളാനിന്റെ നോമ്പിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തന്റെ മക്കളുടെ രോഗം ശുഭമാകാൻ പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് അല്ലാഹുവിലേക്ക് നോമ്പെടുക്കാൻ നേർച്ചയാക്കുകയാ. അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കുകയാ. 1-ാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലിലേക്ക് നോമ്പെടുക്കാറുള്ള 1-ാമത്തെ ദിവസം അവിടെ നിന്ന് നോമ്പനുഷ്ഠിക്കാൻ ആദ്യത്തെ ദിവസം ആ വീട്ടിലൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്താഴത്തിന്റെ ബിരിയാണി പേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായെന്ന് കേൾക്കുന്നത്. തന്റെ മക്കളുടെ അസുഖം മാറാൻ, പേരക്കിടാങ്ങളായ മുത്തുനബിയുടെ ഹസൈൻ ഹുസൈൻ തങ്ങളുടെ പനി മാറാൻ ഫാത്തിമ ബീവിയും അലി തങ്ങളും നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കുകയാ. അങ്ങനെ ആദ്യത്തെ ദിവസം നോമ്പെടുക്കാൻ ആ വീട്ടിലൊന്നുമില്ല. പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നോമ്പെടുക്കുകയാ. 1-ാമത്തെ ദിവസം ബിരിയാണി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട പുത്രി തന്റെ മക്കളുടെ അസുഖം മാറാൻ നോമ്പ് നേർച്ചയാക്കിയപ്പോ 1-ാമത്തെ ദിവസത്തെ നോമ്പിന്റെ തുടക്കമുണ്ടാ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നോമ്പെടുക്കുകയാ. അലി തങ്ങൾ പിറ്റേ ദിവസം തന്റെ തൊട്ടടുത്ത യഹൂദിയായ ഷമീലുൽ ഗാസി എന്ന് പറയുന്ന യഹൂദിയുടെ വീട്ടിലേക്ക് ജോലി ചെയ്യാൻ ചെല്ലുകയാ. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു സായ് ഗോതമ്പ് സമ്മാനം നൽകുകയാ. അതിന്റെ പ്രതിഫലമായി നൽകുകയാ. ഒരു സായ് ഗോതമ്പുമായി കൊണ്ട് ഫാത്തിമയുടെ കയ്യിലേൽപ്പിക്കുകയാ. എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുകുളമ്പിലെ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കന്മാർ ഭക്ഷണ സാധനങ്ങള് നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ വിരൽ കൊണ്ട് ബട്ടനം അമർത്തിയാൽ ഭക്ഷണങ്ങൾ റെഡിയാണ്. അന്ന് സാഹചര്യങ്ങൾ ഒന്ന് വിലയിരുത്തണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താൻ ജോലി ചെയ്ത് പ്രതിഫലമായി കിട്ടിയ ഗോതമ്പുമായിട്ട് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുമ്പോ കരണ്ട് സംവിധാനങ്ങളില്ല, ആധുനിക സംവിധാനങ്ങളില്ല. തന്റെ വെടിക്കെട്ടിയ ശരീരമായി ഗോതമ്പ് പിടിച്ചുകൊണ്ട് മാതാക്കി ഫാത്തിമ ബീവി വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള പത്തിരി ഉണ്ടാക്കുകയാ. ഫസ്റ്റ് ദിവസം 1-ാമത്തെ ദിവസം നോമ്പ് തുറക്കാനുള്ള ഗോതമ്പ് പിടിച്ച് മാതാക്കി പത്തിരി ഉണ്ടാക്കുന്നു. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇന്ന് നമ്മള് മഗ്‌രിബിന്റെ ബാങ്ക് നമുക്ക് വല്ലാത്ത ശ്രദ്ധയാ. മഗ്‌രിബിന്റെ ഭാഗ്യത്തിന് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാ. ഇനി റമളാൻ കഴിയുമ്പോ മഗ്‌രിബ് നമുക്ക് ഓർമ്മയില്ല. ഇന്ന് മഗ്‌രിബിന്റെ ബാങ്ക് വല്ലാത്ത ശ്രദ്ധയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പുത്രിയുടെ കാലമോർക്കണം. ഇന്ന് നമ്മുടെ മുമ്പിലെല്ലാ സൗകര്യങ്ങളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, പലഹാരങ്ങളുണ്ട്, എല്ലാ തരം കേസുകളുണ്ട്. ആർത്തിയോടെ വാദ്യന്റെ ശബ്ദം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഒരു ചിന്തയൊന്നും നമ്മൾ വിലയിരുത്തുമോ? നമ്മുടെ മുമ്പിലുള്ള ഫ്രൂട്ട്സുകളും മറ്റ് സംവിധാനങ്ങളും കഴിക്കാനുള്ള ആർത്തിയാണല്ലോ നമുക്കുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ കുടുംബത്തിന്റെ വീട്ടിലുള്ളതെന്താ? ഗോതമ്പുമാവുണ്ടാക്കി അല്പം പത്രികള് അത് കഴിക്കാൻ പ്രതീക്ഷയോടെ മഗ്‌രിബിന്റെ ദുരി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിയാളം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് താൻ മനമുണ്ടാക്കിയ ജോലി ചെയ്ത് കിട്ടിയ ഗോതമ്പ് പിടിച്ചുകൊണ്ട് ഫാത്തിമ മാവുണ്ടാക്കി പത്തിരി ഉണ്ടാക്കി പട്ടിണി കിടന്നുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക. ആദ്യത്തെ ദിവസം മഗ്‌രിബിന്റെ ദുരി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ഭക്ഷണത്തിന്റെ തലവയിലേക്ക് കൈയിലുമ്പോ പുറത്തു നിന്നൊരു വിളിയാളം കേൾക്കുകയാ. 1-ാമത്തെ ദിവസം നോമ്പെടുത്ത് നോമ്പ് തുറക്കാൻ മഗ്‌രിബിന്റെ ദുരി പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണത്തിലകയിലേക്ക് കൈകൾ നിൽക്കുമ്പോ പുറത്തു നിന്നൊരു വിളിയാളം കേൾക്കുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ് അന യതീമുൻ മിൻ ഐതാമിൽ മുസ്ലിമീൻ അത്ഇമൂനി ബിമാ അത്അമുകുമുല്ലാഹ്. 1-ാം ദിവസം നോമ്പെടുത്തുകൊണ്ട് നോമ്പ് മുറിക്കാൻ ആകാംക്ഷയോടെ ഭക്ഷണത്തിലകയിലേക്ക് കൈകൾ നീളുമ്പോ പുറത്തു നിന്നൊരു വിളിയാളം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ,
ഞാൻ പാവപ്പെട്ടൊരു തീൻകുട്ടിയ, എനിക്ക് ഭക്ഷണം വിളമ്പി തരാറുമല്ല, എനിക്ക് ഭക്ഷണം വാങ്ങി തരാറില്ല. ഒരുപാട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പടച്ചതമ്പുരാ, നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് ഈ പാവപ്പെട്ടെന്ന് സഹായിക്കുമോ? എനിക്കൊന്നുമില്ല ഭക്ഷണം വിളമ്പിത്തരാ, വാപ്പയില്ല ഭക്ഷണം വാങ്ങിത്തരാ. അതുകൊണ്ട് പടച്ചതമ്പുരാ, നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് ഈ പാവപ്പെട്ടെന്ന് സഹായിക്കുമോ? നാളെ സഹോദരരുടെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ഭക്ഷണം നൽകി നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു യതീംകുട്ടിയുടെ വിലാപം കേൾക്കുമ്പോ ഒന്നും ചിന്തിക്കാതെ കതക് തുറക്കുകയാ. ഒന്നാമത്തെ ദിവസം കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ പാവപ്പെട്ട യതീമിന് കൊടുക്കുകയാ. രണ്ടാമത്തെ ദിവസം അലീപങ്ങൾ ജോലി ചെയ്യാൻ പോകുകയാ. ഗോതമ്പായിട്ട് ഫാത്തിമയിലേക്ക് വരികയാ. മെലിഞ്ഞെത്തിയ ശരീരത്തിന്റെ ഉടമയായ ഫാത്തിമ കഷ്ടതകളിൽ വിരിച്ചുകൊണ്ട് നോമ്പുതോട്ട് ശരീരം കൊണ്ട് ഗോതമ്പുമായി ഇടിച്ച് പത്തിരി ഉണ്ടാക്കി രണ്ടാം ദിവസം കഴിക്കാൻ വേണ്ടി ഇന്നലെ പട്ടിണി കിടന്ന് നോമ്പനുഷ്ഠിച്ച ശരീരമാ ഇന്നും പട്ടിണിയാ. ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന ആർത്തിയോടെ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണത്തളികയിലേക്ക് വെക്കുകയാ. പള്ളിയിൽ നിന്ന് ബിലാലിന്റെ ബാങ്കിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്നലെ പട്ടിണിയാ, ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന ആർത്തിയോടെ ഭക്ഷണത്തളികയിലേക്ക് കൈകൾ എഴുമ്പോ രണ്ടാം ദിവസം കേൾക്കുന്ന ശബ്ദമെന്താ? അല്ലാഹ് സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ് അന മിസ്കീനുൻ മിൻ മസാകീനിൽ മുസ്ലിമീൻ അത്വീനി ബിദാഅത്തുകുല്ലാഹ് എന്ന് കേൾക്കുന്ന ചെറുകുളമ്പ് നിവാസികളെ, രണ്ടാം ദിവസം പട്ടിണിയാ. എന്തിനു വേണ്ടിയാ പത്ത്? റമളാനിന്റെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയല്ല, തങ്ങളുടെ മക്കളുടെ രോഗം ശരിയാകാൻ നേർച്ചയാക്കിയ നോമ്പിന്റെ രണ്ടാമത്തെ സ്ഥിതിഗതിയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കുടുംബമാ. രണ്ടാം ദിവസം ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നിന്നുണ്ട്. പുറത്തു നിന്നൊരു വിളിയാണ് കേൾക്കുകയാ. ഞാൻ പാവപ്പെട്ടൊരു കുട്ടിയാ, ഒരുപാട് ദിവസങ്ങളാ ഭക്ഷണം കഴിച്ചിട്ട് പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് ഈ പാവപ്പെട്ടെന്ന് സഹായിക്കുമോ? രണ്ടാം ദിവസം ഒന്നും ചിന്തിച്ചില്ല, മറിച്ചൊന്നും ചിന്തിച്ചില്ല. ഫാത്തിമ കതക് തുറക്കുകയാ. രണ്ടാം ദിവസം കഴിക്കാൻ വെച്ച ഭക്ഷണം പാവപ്പെട്ട യതീം കുട്ടിക്ക് കൊടുത്തു. രണ്ടാം ദിവസം പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുന്നു. പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നു. മൂന്നാം ദിവസം പ്രഭാതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ പ്രവാചകന്റെ കുടുംബത്തിന്റെ വീട്ടിൽ പച്ചവെള്ളമല്ലാതെ വെക്കുന്നില്ല. മൂന്നാം ദിവസം പത്തായ സമയം പച്ചവെള്ളമാ. മൂന്നാം ദിവസം പച്ചവെള്ളം കുടിച്ച് നോമ്പെടുക്കാൻ ആരംഭിക്കുകയാ. അനീതങ്ങൾ മൂന്നാം ദിവസം ജോലി ചെയ്യാൻ പോവുകയാ. മൂന്നാം ദിവസം ഗോതമ്പുമായി ഫാത്തിമയിലേക്ക് വെല്ലുകയാ. ഓർക്കണം, നമ്മള് എല്ലാ സൗകര്യങ്ങളും പടച്ചതമ്പുരാൻ നമുക്ക് തന്നിരിക്കുകയാ. പ്രവാചകന്റെ പുത്രി നോമ്പെടുത്ത് ശീലിച്ച ശരീരമാ, മെലിഞ്ഞെത്തിയ ശരീരമാ, ശാരീരികമായി തടസ്സങ്ങളുള്ളതെന്ന. മൂന്നാം ദിവസം അനീതങ്ങൾ ഗോതമ്പ് വന്നേൽപ്പിക്കുകയാ. ശരീരത്തിന്റെ ആവശ്യതകൾ നിലവെക്കാതെ ഇന്ന് എനിക്കും കുടുംബത്തിനും ഭക്ഷണം കഴിക്കാം, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാം, പത്തിരി കഴിക്കാമെന്ന ചിന്തയോടെ മൂന്നാം ദിവസം പത്തിരി ഉണ്ടാക്കിക്കൊണ്ട് ഭക്ഷണത്തിലേക്ക് വെക്കുകയാ, ചിത്രയിലേക്ക് വെക്കുകയാ. ഓർക്കണം, മുസ്ലിമേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ കുടുംബത്തിന്റെ സംഭവമായി തെളിക്കുന്നത്. നാളെ നമുക്ക് സ്വർഗമാ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരൊക്കെ കഷ്ടതകളും പീഡനങ്ങളും പ്രതിസന്ധികളും ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. മൂന്നാമത്തെ ദിവസം ഭക്ഷണത്തളികയിലേക്ക് കൈകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നീങ്ങുകയാ. ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. 2 ദിവസം പട്ടിണിയാ, 3-ാം ദിവസം പട്ടിണിയാ. അല്പം ഭക്ഷണം ഇന്ന് കഴിക്കാമെന്ന ആർത്തിയോടെ 3-ാം ദിവസം നോമ്പ് തുറക്കാതിരുന്നുണ്ടോ? ഇല്ല, സുബ്ഹാനല്ലാഹ്. 3-ാം ദിവസം ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീങ്ങുമ്പോ പുറത്തു നിന്നൊരു വിളിയാലും കേൾക്കുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ് അനാ അസീറുൻ മിൻ നിസാറിൽ മുസ്ലിമീൻ അത്അബൂനി ബിമാ അത്അമുകുല്ലാഹ്
മൂന്നാം ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നുമ്പോ ആർത്തിയോടെ ഭക്ഷണത്തിലേക്ക് കൈകൾ നീങ്ങുമ്പോ എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങള്, ആരുടെ സംഭവമാണ് നിൽക്കുന്നത്? പട്ടുപത്തയിൽ കിടന്നിറങ്ങേണ്ട പെണ്ണ, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കേണ്ട പെണ്ണ, അമ്പരചിന്തിയായ മണിമന്ദിരത്തിൽ ഇറങ്ങേണ്ട പെണ്ണ. ആ പെണ്ണിന്റെ ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, പ്രാരാബ്ധത്തിന്റെ കഥയാ പറയുന്നത്. എന്തിനാ നോമ്പ് നിശ്ചിച്ചത്? തങ്ങളുടെ മക്കളുടെ സുഖം മാറാ. അങ്ങനെ മൂന്നാം ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ പുറത്തു നിന്നൊരാൾ എന്ന് പറഞ്ഞതെന്താ? ഞാൻ ഒരുപാട് ദിവസം ജയിലിലായിരുന്നു, ഒരുപാട് ദിവസം ജയിലിലാ, ഇതെനിക്ക് ജയിലിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുകയാ. ഒരുപാട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് പട്ടിണി കൊണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പടച്ചതമ്പുരാ നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് പാവപ്പെട്ടെന്ന് സഹായിക്കുമോ? മൂന്നാം ദിവസം ഇത് കേട്ടപ്പോ മടിച്ചു നിന്നില്ല, ഒന്നും സങ്കടപ്പെട്ടില്ല. മൂന്നാം ദിവസം കഴിക്കാൻ വെച്ച ഭക്ഷണം പാവപ്പെട്ട പുറത്തു നിന്ന് ജയിലിൽ നിന്ന് മോചിതനായ വന്ന മനുഷ്യൻ സങ്കടത്തോട് ആവശ്യപ്പെട്ടപ്പോ മൂന്നാം ദിവസം ഭക്ഷണം നൽകുകയാ. ഓർക്കണം, നമ്മള് പട്ടിണി കിടന്ന് മെലിഞ്ഞെത്തിയ ശരീരത്തിന്റെ ഉടമയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ ഭക്ഷണം പാവപ്പെട്ട ജയിലിൽ നിന്ന് മോചിതനായ മനുഷ്യന് കൊടുക്കുകയാ. പച്ചവെള്ളം കുടിച്ച് കൊണ്ട് തുറക്കുകയാ. പക്ഷേ മെലിഞ്ഞ ശരീരത്തിന്റെ ഉടമയായ ഫാത്തിമക്ക് സഹിക്കാൻ പറ്റിയില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഫാത്തിമ ബോധം കെട്ടുവിടുകയാ. ഫാത്തിമ ബീവി ബോധം കെട്ടുകയാ. അലി തങ്ങൾക്ക് സഹിക്കാൻ പറ്റോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ബോധം കിട്ടിയിരിക്കുകയാ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഭക്ഷണം കഴിക്കാറില്ലാതെ, ഭക്ഷണം കഴിക്കുകയില്ലാതെ 3 ദിവസം നോമ്പെടുത്ത ശരീരം അവിടെ നിന്ന് ബോധം കെട്ടി വീണപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റോ? സങ്കടത്തിന്റെ കണ്ണീരായി ദുഃഖത്തോടെ എല്ലാത്തിനും ആശ്വാസം പകരുന്ന ലോകത്തിന്റെ മുത്തിന്റെ സമക്ഷത്തിലേക്ക് ഓടിച്ചെല്ലുകയാ. അല്ലാഹു റസൂലിനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അഞ്ചത്തി കൈവച്ചുകൊണ്ടെന്ന് കേൾക്കുന്ന മുസ്ലിമേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിന്റെ നേതാവിന്റെ പൊന്നുപോയുടെ കഥയാ. ഭക്ഷണം കഴിക്കാറില്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പ് തോറ്റ ശരീരം ബോധം കെട്ടി വീഴുകയാ. റസൂലുള്ളയോട് അനീത്യങ്ങൾ സങ്കടം വേദിപ്പിക്കുകയാ. ഈ സമയത്ത് റസൂലുള്ളാക്ക് സഹിക്കാൻ പറ്റോ? ഫാത്തിമ ബോധം കെട്ട വിവരമറിഞ്ഞപ്പോ റസൂലുള്ളാക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി ബോധം കെട്ട വിവരം കേട്ടപ്പോ റസൂലുള്ളാന്റെ കണ്ടത്തിൽ നിന്ന് കണ്ണുനീര് ചാലിപ്പോവുകയാ. റസൂലുള്ളാക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. റസൂലുള്ളാന്റെ കണ്ടത്തിൽ നിന്ന് സങ്കടത്തിന്റെ കണ്ണീര് വരികയാ. റസൂലുള്ള പൊട്ടിക്കരയുകയാ. ഫാത്തിമ ബോധം കെട്ട വിവരമറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടത്തിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടെടുക്കുമ്പോ പടച്ചതമ്പുരാന് സഹിക്കാൻ പറ്റോ? ആലങ്കാരികമായി പടച്ചതമ്പുരാന്റെ കണ്ണു നിറയുക. മുഖറബുൽ അംലാക്കിനോട് സംഭവം വേദിപ്പിക്കുകയാ. സാന്ത്വനത്തിന്റെ തേവൽ വർഷം പോലെ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ എന്നുകൊണ്ട് സമാധാനിപ്പിക്കുകയാ. റസൂലുള്ളയോട് സങ്കടപ്പെടുന്ന മുത്തുനബിയെ സമാധാനിപ്പിക്കുകയാ. മകളുടെ ബോധം കെട്ട വാർത്ത കേട്ട് സഹിക്കാൻ പറ്റാത്ത മുത്തുനബിയുടെ സങ്കടം തീർക്കാൻ ഉദ്യോഗസ്ഥമായി ജിബ്രീൽ എന്ന മാലാഖ് ആകാശത്തിൽ നിന്നിറങ്ങിക്കൊണ്ട് പറയുകയാ. സൂറത്ത് ദുഹറിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കുകയാ. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا എന്ന സുന്ദരവചനം ഓതി കേൾപ്പിക്കുകയാ. ഓർക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കാൻ ഇസ്ലാം പറയുന്നില്ല. അവർ ഭക്ഷണം ഭക്ഷിപ്പിച്ചു. പാവപ്പെട്ടവർക്കും യതീം കുട്ടികൾക്കും ജയിലിൽ നിന്ന് മോചനം. എന്തിനാ? എത്രത്തിൽ ഭക്ഷണത്തിനോട് താല്പര്യമുണ്ട്, കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഭക്ഷണം നൽകിയതെന്തിനാ? ഈ ദുനിയാവ് ക്ഷണികമാ, ഈ ദുനിയാവ് നശ്വരമാ. ഇന്നാ നഖാഫു ബിറബ്ബിനാ യൗമൻ അബീസൻ ഖംതരീറാ. നാളെ പാരിത്രിക ലോകത്ത് റബ്ബിന്റെ വിജയം കൈവരിക്കാൻ
ഇവിടെ പട്ടിണി കിടന്നാലും ഇവിടെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെന്ന നിയത്തോടെ ഭക്ഷണത്തിനോട് താല്പര്യമുണ്ടായിട്ടും ഭക്ഷണം കൊടുത്തു. നബിയെ, അങ്ങയുടെ കുടുംബം ചെയ്ത സൽപ്രവൃത്തി അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയത്തിറങ്ങി. ഓർക്കണം നമ്മൾ, ചിന്തിക്കണം നമ്മൾ, മനസ്സിൽ തട്ടിയിട്ട് കേൾക്കണം. ഈ കേൾക്കുന്ന പ്രായമുള്ള ഉത്തമരുന്നമാർ ജീവിതത്തിൽ ഒരിക്കലും പോലും ഇങ്ങനെയുള്ളൊരനുഭവമുണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ പോലെങ്കിലും പട്ടിണിയുണ്ടാകും. പക്ഷേ പച്ചവെള്ളം കുടിച്ച് നോമ്പ് തുടങ്ങി, പച്ചവെള്ളം മാത്രം കുടിച്ച് നോമ്പ് തുറന്ന ഒരവസ്ഥ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കഷ്ടതകളുണ്ട്, പക്ഷേ ഇവരൊക്കെ പോകേണ്ട സ്വർഗമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ മനസ്സിൽ തട്ടിയിട്ടെന്ന് കേൾക്കുന്ന ഉപ്പമാരെ അല്ലാഹുവിലേക്ക് മടങ്ങുക. ചെയ്തുപോയ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിശാലമാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് സഹിക്കേണ്ടതില്ല. റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിരിക്കുകയാ. ലഇൻ ശകർതും ലഅസീദന്നകും. റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. വീണ്ടും വീണ്ടും അല്ലാഹു അനുഗ്രഹം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അവൻ തന്ന അനുഗ്രഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നന്ദിയോട് ചെയ്ത ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠോരമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ റമളാൻ വിട പറയുമ്പോ ഇൻഷാ അല്ലാഹ് 2 മണിയാകുമ്പോ 2 മണിക്ക് മുമ്പായിട്ട് ഞാൻ അവസാനിപ്പിക്കും. അതോടുകൂടി തങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരും. തങ്ങൾ വരലോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മനസ്സിൽ തട്ടിയിട്ട് കേൾക്കൂ. നോമ്പ് വിട പറയുമ്പോ, പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ എല്ലാ അർത്ഥത്തിലും റബ്ബ് മാപ്പ് നൽകുകയാണ്. എത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് നൽകുകയാ. വിശിഷ്ട ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം, അവന്റെ കാരുണ്യം എല്ലാവർക്കും അവൻ നൽകുകയാ. അവസാനം അവന്റെ കാരുണ്യം ബാക്കിയുണ്ടാകുമത്രേ. ആ ബാക്കിയുള്ള കാരുണ്യം അമുസ്ലിമീങ്ങൾക്കും റബ്ബ് നൽകുകയാ. ചെറുകുളമ്പ് നിവാസികളെ മനസ്സിൽ തട്ടിയിട്ട് കേൾക്ക്. ലൈലത്തുൽ ഖദർ അല്ലാഹുവിന്റെ കാരുണ്യം അമുസ്ലിമീങ്ങൾക്ക് വരെ ലഭ്യമാകുമെന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലൈലത്തുൽ ഖദർ അമുസ്ലിമീങ്ങൾക്ക് വരെ കാരുണ്യം ലഭിക്കും. ആ ലൈലത്തുൽ ഖദറിൽ കാരുണ്യം ലഭിച്ച അമുസ്ലിമീങ്ങളാണ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഈ രാവിൽ അമുസ്ലിമീങ്ങൾക്ക് വരെ കാരുണ്യം ലഭിക്കുന്ന രാവിൽ 4 വിഭാഗക്കാർക്ക് അല്ലാഹുവിന്റെ കാരുണ്യമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അമുസ്ലിമീങ്ങൾക്ക് വരെ റബ്ബിന്റെ കാരുണ്യം ലഭിക്കുമ്പോ 4 വിഭാഗത്തിന്റെ പടച്ചതമ്പുരാന്റെ കാരുണ്യമില്ല. 1, മുദ്മിനുൽ ഖംർ, നിത്യമായിട്ട് കള്ളു കുടിക്കുന്നവർ. വർഷത്തിലൊരിക്കൽ കുടിക്കുന്നുണ്ട്. വിവാഹ സദ്യത്തിലേ ഞാൻ കുടിക്കാറുള്ളൂ, നിത്യമായിട്ട് കുടിക്കുന്നില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക. വിവാഹവേളയിലോ സദ്യയിലോ കൂട്ടുകാരെ കൂടുമ്പോ ചിലപ്പോ കുടിക്കാറുണ്ട്. അത് തന്നെയാ നിത്യമാക്കൽ. എന്നും കുടിക്കണമെന്നല്ല, കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ കൂട്ടുകാരെ കൂടുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള വിശാലമായ സൗകര്യമുള്ള ഹോട്ടലിൽ പോകുമ്പോ കുടിക്കാറുണ്ട്, കമ്പനിക്ക് വേണ്ടി. അത് തന്നെയോടോ മുദ്മിനുൽ ഖംർ. ഇവർക്ക് അല്ലാഹു മാപ്പ് നൽകില്ല തൗബ ചെയ്തില്ലെങ്കിൽ. മുഹമ്മദ് മുസ്തഫ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിത്യമായിട്ട് കള്ളു കുടിക്കുന്നവർക്ക് റബ്ബിന്റെ അനുഗ്രഹം ലഭ്യമല്ല. മുഹമ്മദ് മുസ്തഫ. സാന്ദർഭികമായി എന്ന് സൂചിപ്പിക്കട്ടെ, ഉപ്പമാരെ ഉമ്മമാരെ, നമുക്ക് പറയാൻ ഉസ്താദെ, ഞങ്ങൾ കണ്ടുപിടിക്കാറില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ അതറിയില്ല. എന്നാലെന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ മക്കൾ കഞ്ചാവിന്റെയും പാൻമസാലക്കും ആൻസിന്റെ പിന്നാലെ കള്ളുകുടിക്കുന്നവരാണെന്ന് നമുക്കറിഞ്ഞെങ്കിൽ നമ്മൾ കള്ളുകുടിക്കുന്നില്ല, ശരിയല്ല. നമ്മുടെ കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമക്കൾ പാൻമസാലിന്റെ പിന്നില് ഹാൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ കള്ളുകുടിക്കും. നമുക്കറിഞ്ഞാൽ മൻ അത്അമലുഖുബതൽ സല്ലല്ലാഹു അലൈഹി അഖറബൻ വഹയ്യതൻ ഫിൽ ഖദർ. ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ മക്കൾ കള്ളിനടിമയാണ്, കഞ്ചാവിനടിമയാണ്, പാൻമസാല ഉപയോഗിക്കുന്നവരാ, ഹാൻസ് ഉപയോഗിക്കുന്നവരാ. അത് നമുക്കറിയാം. അങ്ങനെയുള്ള മക്കൾക്ക് ഉമ്മ ബാപ്പറിയാതെ ഭർത്താവ് അറിയാതെ പിന്നാലെ വാതിൽ തുറന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഉമ്മയോട്
മക്കൾ കള്ളു കുടിക്കുന്നുണ്ട്, പാൻ മസാല ഉപയോഗിക്കുന്നുണ്ട്. ഈ അറിഞ്ഞ മക്കൾക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ അവർക്ക് നാളെ ചെറുകുളമ്പിന്റെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ഖബറിൽ അല്ലാഹു പാമ്പും തേളിനെയും സംവിധാനിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗമാരാ? ചെറുപ്പക്കാരികളെ, അല്ലാഹുവിന്റെ ലൈലത്തുൽ ഖദറിൽ അനുഗ്രഹം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാ. മാതാപിതാവിനെ സ്നേഹനദിയായ മാതാപിതാക്കളെ വിഷമിപ്പിച്ചവരാ. അല്ലാഹു പറയുകയാ, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ലൈലത്തുൽ ഖദറിൽ അനുഗ്രഹം ലഭിക്കാത്ത രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കൾ വിഷമിപ്പിക്കുന്നവരാ. നാം കാരണം സ്നേഹനിധിയായ നമ്മുടെ ഉമ്മയും വാപ്പയും വിഷമിക്കുകയാണെങ്കിൽ ഇല്ല, നമുക്കല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടില്ലെന്ന് ലോകത്തിന്റെ വിത്തേ മുഹമ്മദ് മുസ്തഫ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഇവിടെ ഒന്ന് കേൾക്കുന്ന ചെറുപ്പക്കാരാ, കഷ്ടതകളും പീഡനങ്ങളും സഹിച്ചു വന്ന് നമ്മെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവും പിതാവിനെയും ധിക്കരിക്കുന്നവര് അല്ലാഹുവിന്റെ റഹ്മത്ത് നോക്കില്ല, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. മനസ്സിൽ തട്ടേറ്റ് ഈ സദസ്സിൽ നിന്ന് കേട്ടിട്ട് നന്നാവാനുള്ളൊരു ചരിത്രമാ ഇത്. കേട്ടിട്ട് നന്നായാൽ നമുക്ക് ഇതിനെയാലും കിട്ടും, ഈ സദസ്സിൽ നമ്മ കൈതെടുക്കാൻ പറ്റും. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഖുലാഅത്ത് കബീൽപ്പെട്ടൊരു ചെറുപ്പക്കാരൻ വരികയാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുകയാ, റസൂലുള്ളയോട് സമ്മതം ചോദിക്കുകയാ. റസൂലുള്ളാഹി എനിക്കൊരു കാര്യം പഠിക്കാറുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനാ വന്നത്. റസൂലുള്ള സമ്മതിക്കുകയാ. എന്താ ചോദിക്കൂ, എന്താ നിന്റെ ആവശ്യം, എന്താ നിനക്ക് പഠിക്കാറുള്ളത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്ന ഒരു മുസ്ലിമാ, ഞാൻ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചവരാ, അങ്ങ് പ്രവാചകനാണ് വിശ്വസിച്ചവരാ. വസല്ലൈതു സ്വലവാത്തുൽ ഖംസ വഅദ്ദൈതു സകാത്ത വസംതു റമളാൻ മമ്മാത ലഹവാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല്, എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു വിഹറുകളായിട്ടില്ല, ഒരു അസർ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു മഗ്രിബ് നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഇശാഇ നഷ്ടപ്പെട്ടിട്ടില്ല. കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്ന ആളാ. വസംതു റമളാൻ, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന പരിശുദ്ധ റമളാനിൽ നോമ്പ് നിശ്ചിച്ചവരാ, ഖുർആൻ ഓതിയവരാ. കുന്തുലയായി രാത്രി യാമങ്ങളിൽ പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് തറാവി നിസ്കരിച്ചിട്ടുണ്ട്, റമളാനിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്. പടച്ചിടമ്പുരാനിക്കുന്ന സമ്പത്തിന്റെ വിഹിതമനുസരിച്ച് സക്കാത്ത് കൊടുത്തവനാ. ഞാൻ നിസ്കാരമുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട്, റമളാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, തറാവി നോറ്റിട്ടുണ്ട്, തറാവി നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലെയാണ് എന്റെ ജീവിതം. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ മുഹർ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു നിസ്കാരവും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് പറയാൻ പറ്റോ? എന്നെ കേൾക്കുന്ന ചെറുകുളമ്പിലെ ഉപ്പമാരെ, ജീവിതത്തിൽ എനിക്കൊരു നിസ്കാരം പോലും നഷ്ടപ്പെട്ടില്ല പറയാൻ ധൈര്യമുണ്ടവർ ഈ സദസ്സിലുണ്ടോ? ഞാൻ അടക്കമല്ല നമ്മളോടാ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഞാൻ കൃത്യമായിട്ട് നിസ്കാരം ജീവിതത്തിൽ ഇന്നുവരെ പാഴായിട്ടില്ല. എനിക്ക് നോമ്പുണ്ട്, ഞാൻ നോമ്പ് നോറ്റാളാ, ഞാൻ സക്കാത്ത് കൊടുത്താളാ. ഞാൻ ഇങ്ങനെയായ ഈ പ്രകാരം ഞാൻ മരിച്ചാൽ എന്താണ് നബിയേ എന്റെ അവസ്ഥയെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, ഖാന മഅന്നബീന വസ്സദീഖീന വശുഹദാഇ വസാലിഹീൻ. ഞാൻ നിസ്കരിച്ചവരാ, ഖുർആൻ ഓതിയവരാ, നോമ്പ് നിശ്ചിച്ചവരാ, സക്കാത്ത് കൊടുത്തവരാ. ഞാൻ ഇങ്ങനെ മരിച്ചാൽ എന്താ എനിക്ക് പ്രതിഫലം? റസൂലുള്ള പറഞ്ഞു, വേറെ സ്വർഗത്തിലാ, അമ്പിയാക്കളോടൊപ്പം സ്വർഗത്തിലാ, സിദ്ദീഖ് തങ്ങളോടൊപ്പം സ്വർഗത്തിലാ, ഉമറുൽ ഫാറൂഖിന്റെ കൂടെ സ്വർഗത്തിലാ, ഉസ്മാന്റെ കൂടെ സ്വർഗത്തിലാ. ശരീര സമർപ്പണത്തിന് അംസയോടൊപ്പം രക്തസാക്ഷികളോടൊപ്പം സ്വർഗത്തിലാ. വല്ലാത്ത സന്തോഷത്തിലാ. ആ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, മാനം
ചെറുവിളമ്പിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്ന് ചോദിച്ചതെന്താ? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആനുണ്ട്, സുഹൃത്തുക്കളുണ്ട്, മരിച്ചാലെങ്ങനെയാ? സ്വർഗമാണ്. പക്ഷേ മാതാപിതാക്കൾ നീ കാരണം വിഷമിച്ചാലേ, മാതാപിതാക്കൾ നാം കാരണം വിഷമിച്ചാൽ നരകമാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എന്ന് ചോദിച്ചതെന്നാ? ഞാൻ നിസ്കാരം ക്ലിയറാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, റമളാൻ മാസം നോമ്പെടുത്തിട്ടുണ്ട്, എല്ലാ കർമ്മങ്ങളും ക്ലിയറാണ്, ഈ രീതിയിൽ ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അമ്പിയാക്കളോടൊപ്പം രക്തസാക്ഷികളോടൊപ്പം സ്വർഗത്തിലാ. ആ മനുഷ്യൻ സന്തോഷിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത സന്മൻസ് പ്രവാചകൻ ഒരുപെട്ടും മാലം യഉഖ്ഖവാലിദി. ഇവിടെയാണ് നാം അണ്ടർലൈൻ ചെയ്തുകൊണ്ട് മനസ്സിൽ കൊത്തിവെക്കേണ്ടത്. എല്ലാ സുഹൃത്തുക്കൾ പരിശുദ്ധ റമളാൻ വിട പറയുമ്പോ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് നാം അനുഷ്ഠിച്ച നോമ്പോ, നാം ചെയ്ത ദാനധർമ്മങ്ങളോ, നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളോ, മറ്റു കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ മാലം യഉഖ്ഖവാലിദി, നാം കാരണം ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ വിഷമിക്കരുത്. നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ച ഒരാൾ ഈ ശബ്ദം കേൾക്കണമെങ്കിൽ അവനിക്ക് ഏറ്റവും നല്ലത് ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകലാണ് ഏറ്റവും ഉചിതം. ഈ സദസ്സ് കേടുവരുത്താതിരിക്കലാ നല്ലത്. മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരാളുള്ള സദസ്സില് പ്രാർത്ഥനക്കുത്തരമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. സ്നേഹമാണ് ഉമ്മ, സ്നേഹമാണ് പിതാവ്. ചെറുപ്പക്കാര, നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മാമിൻ മുസ്ലിമൻ മാമിൻ റജുലിൻ യൻളുറുഇലാ വാലിദൈഹി നളറത റഹ്മ. സ്നേഹത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക്, ബാപ്പയുടെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, പുണ്യനബി പറയുകയാ, അവസാനിപ്പിക്കുകയാ. പുണ്യനബി പറയുകയാണ്, അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകി, ആ സമ്പത്ത് മാതാപിതാക്കൾക്ക് അവൻ ചെലവഴിച്ചു, ഉമ്മക്കും ബാപ്പക്കും കൊടുത്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ നമുക്കല്ലാഹു സമ്പത്ത് തന്നിട്ട് ആ സമ്പത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് പറഞ്ഞപ്പോ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ചോദിക്കുകയാ, എന്നെ കേൾക്കുന്ന ചെറുകിളമ്പിൽ ഉപ്പമാര്, നിങ്ങളുടെ ചോദ്യമായത്, ഉസ്താദേ, ഞങ്ങളെ മക്കള്, ഞങ്ങളെ ഉപ്പമാര്, ഉമ്മമാര് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിന് മുമ്പ് കഷ്ടതകൾ അനുഭവിച്ച് പോറ്റി വളർത്തി ഉമ്മയുപ്പയും ആരുടെ മണ്ണിലാ? എങ്ങനെയാ ഈ പ്രതിഫലമെന്ന് ഒരു സ്വഹാബി ചോദിക്കുകയാ. സമ്പത്ത് ഉണ്ടാകുമ്പോ മാതാപിതാക്കളെ ബഹുമാനിച്ച് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്താൽ എന്നോടൊപ്പം സ്വർഗത്തില. സദസ്സിൽ നിന്ന് ചോദിച്ച്, എന്റെ ഉമ്മയും ഉപ്പയും മരിച്ചു പോയിട്ടുണ്ട്, എനിക്കെങ്ങനെയാ ഈ പ്രതിഫലം ലഭിക്കുക? അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ബിദ്ദുആഇലഹും, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക, ഒരു സദഖ, അവർക്ക് വേണ്ടി സ്വതക്ക നൽകുക. മാതാപിതാക്കൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്താൽ അവരെ ബഹുമാനിച്ചതിന്, ഗുണം ചെയ്തതിന് തുല്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് റബ്ബ് നമുക്ക് തന്നെ സമ്പത്ത് കൊണ്ട് അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക, എന്നാൽ അവർക്ക് ഗുണം ചെയ്തവരായി പ്രഖ്യാപിക്കും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ കാരണം കുടുംബബന്ധം മുറിച്ചാൽ. കുടുംബബന്ധം മുറിച്ചാൽ റസൂലുള്ളാഹിന്റെ സദസ്സ് ഒരിക്കൽ പുണ്യനബി ദുആ ചെയ്യുമ്പോ റസൂലുള്ള പറഞ്ഞു, ഈ സദസ്സിൽ ലാ യുജാലിസുനാ ഖാതിഹറൻ, പ്രവാചകൻ ദുആ ചെയ്യുന്ന ഒരു സദസ്സ്, പ്രവാചകന്റെ പേരക്കുട്ടിയ ഇന്ന് നമുക്ക് ദുആ ചെയ്യാൻ വന്നത്. തൊട്ടടുത്ത് ചേർന്നാട്ടൂർ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നതാ. അള്ളാഹു ദീർഘായുസ്സും ഇസ്സത്തും ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. ഇനിയും ദീനിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യാനുള്ള ഹിമ്മത്തും ഇസ്സത്തും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഉപ്പാപ്പ മഹാനായ ലോകത്തിന്റെ മുത്ത് ഒരു സദസ്സിൽ നിന്ന് ദുആ ചെയ്യുന്ന റസൂലുള്ള പറഞ്ഞു, ഈ സദസ്സിൽ കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ അവൻ എഴുന്നേറ്റ് പോകണം.
ഈ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും എഴുന്നേൽക്കില്ലല്ലോ എന്നതുപോലെ അവിടെ അങ്ങനെ ഇരുന്നു. റസൂലുള്ള ഗൗരവത്തോടെ പറഞ്ഞു, എഴുന്നേറ്റില്ലെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ ഖാമ ഫതൻ മിനൽ ഹൽഖ, സദസ്സിൽ നിന്ന് പിന്നിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി തൊട്ടടുത്ത തന്റെ സഹോദരിയുമായിട്ട് ഷൈഅം മിൻ, ചെറിയ പണക്ക, നമ്മളെ പോലെ വലിങ്ങനൊന്നുമല്ല, ചെത്ത് തർക്കമല്ല, ചെറിയൊരു പണക്കുള്ളൂ. അങ്ങനെ അത് നന്നാക്കി വന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ലാ തൻസിലുർ റഹ്മ ഫീഹിം ഖാത്ത്, ലാ തൻസിലുർ റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാത്തുഹു റഹീം. ഒരു സദസ്സിൽ കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നവനുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങില്ല. മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ബന്ധം വളരെ ക്ലിയർ ആയി കൊണ്ടുപോകാൻ തൗഫീഖ് തരട്ടെ. നാലാമത്തെ വിഭാഗം ലൈലത്തുൽ ഖദർ, 1000 വട്ടം ലൈലത്തുൽ ഖദർ ഉപയോഗപ്പെടുത്തിയാലും ഒന്നും ലഭിക്കില്ല. പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ. വളരെ ഗൗരവത്തോട് ദീർഘമായിട്ട് 2 മണിക്കൂറിലധികമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു. 2 മണിക്കൂറിലധികമായി നമ്മൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പരസ്പരം തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. വിശിഷ്യ ലൈലത്തുൽ ഖദറിൽ അമുസ്ലിമീങ്ങൾക്ക് റബ്ബിന്റെ കാരുണ്യം ലഭിക്കുമ്പോ ഇല്ല, പിണക്കി നിൽക്കുന്നവർക്ക് റബ്ബിന്റെ കാരുണ്യമില്ല. അതുകൊണ്ട് റമളാൻ വിട പറയുന്നത് ഷഹറുൽ മുവാസ, പരസ്പരം സ്നേഹത്തിന്റെ വിട്ടുവീഴ്ചയുടെ എല്ലാം സൗഹാർദ്ദത്തിന്റെ വാദാനങ്ങൾ തുറക്കുന്ന ഈ മാസത്തിൽ പരസ്പരം സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഉമ്മയോട് പാപ്പയോട് കുടുംബത്തോട് സുഹൃത്തോട് അയൽവാസിയോട് എല്ലാ അർത്ഥത്തിലും പിണക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഇണങ്ങി സന്തോഷത്തോടെ പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ റമളാനിൽ അല്ലാഹു അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ലഭ്യമാകുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. പരിശുദ്ധമായ പാപമോചനം നൽകി അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. നരകമോചനം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ല, ഈ സദസ്സ് സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ്സ് കൊണ്ട് നാളെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ കാരണമാക്കണേ അല്ല. ഇത് ജീവിതത്തിന്റെ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ല. ഇനിയും ഒരുപാട് സദസ്സിൽ പങ്കെടുക്കാനും ഒരുപാട് നന്മകൾ നേടിയിട്ട് റബ്ബേ, വിശിഷ്യ നോമ്പുകാലത്ത് നോമ്പുകാർക്ക് അർശിന്റെ താഴ്ഭാഗത്തിൽ നീ തയ്യാർ ചെയ്ത വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഈ സദസ്സ് കാരണമാക്കണേ അല്ല. പടച്ചോനെ, ഒരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് മോചനം നൽകുമ്പോൾ റബ്ബേ, ഞങ്ങളെ നീ അതിൽ പെടുത്തണേ അല്ല. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ പെടുത്തണേ അല്ല. പടച്ചോനെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ല. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.